സഹോദരന്മാരെ, ഒന്നുകൂടി ഉണ്ടവിടെ പറയാൻ. ചില ആളുകൾ പാവപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കാറുണ്ട്. ചിലർ യതീം കുട്ടിയെ വിവാഹം കഴിക്കാൻ തീരുമാനിക്കലും നേർച്ചയാക്കലുമുണ്ട്. അങ്ങനെ വല്ലവനും സതുദ്ദേശപരമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ പേരിൽ അവന് പ്രതിഫലം ലഭിച്ചേക്കും. അവന്റെ ഉദ്ദേശം നല്ലതാണല്ലോ. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. യതീമായ പെൺകുട്ടിയെ വിവാഹം കഴിക്കുമ്പോ ആ യതീമായ പെൺകുട്ടിക്ക് ദീനുണ്ടോ, സ്വഭാവം നന്നോ എന്നാലോചിക്കണം. പലപ്പോഴും യതീമായ കുട്ടിയെ ബാപ്പയില്ലാതെ പോറ്റുന്നത് കൊണ്ട് വിവരമില്ലാത്ത ഉമ്മമാരാണ് പോറ്റുന്നതെങ്കിൽ, വിവരമില്ലാത്ത കുടുംബങ്ങളാണ് പോറ്റുന്നതെങ്കിൽ യതീമായ കുട്ടിയെ പോറ്റുമ്പോ അമിതമായ വാത്സല്യം കാണിക്കും. ഉപ്പയില്ലല്ലോ എന്ന നിലക്ക് അമിതമായ വാത്സല്യം കാണിക്കും. ഉമ്മമാരെ, ബാപ്പ മരിച്ചുപോയ മക്കളോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിൽ അങ്ങേയറ്റത്തെ സ്നേഹം വേണം. പക്ഷേ മനസ്സിലുണ്ടാവുകയല്ലാതെ ആ ചെറിയ കുട്ടിയുടെ മുമ്പിൽ ആ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കാൻ പാടില്ല. എന്താ കാരണം? ഉമ്മാന്റെ വാത്സല്യത്തിന്റെ മുന്നിൽ ബാപ്പാന്റെ ജ്യേഷ്ഠന്റെയും അനുജന്റെയും അമ്മാമന്റെയും ഒക്കെ വാത്സല്യത്തിന്റെ മുമ്പിൽ ഈ കുട്ടി വളരുമ്പോ നമ്മളെ സ്വന്തം മക്കളെ നമ്മൾ ചിലപ്പോ തല്ലും. കുട്ടി നന്നാകാനാ തല്ലുന്നത്. ചിലപ്പോ നമ്മൾ കണ്ണു വിളിക്കും, ചിലപ്പോ നമ്മളതാ പേടിപ്പിക്കും. അങ്ങനത്തെ ഒറ്റ കാര്യവും ചെയ്യാതെ ബാപ്പയില്ലാത്ത മോളല്ലേ, ബാപ്പയില്ലാത്ത മോനല്ലേ എന്ന് പറഞ്ഞ കുട്ടിയെ വളർത്തിയാൽ ആ കുട്ടി അവന്റെ ധീര് നശിച്ച, ക്ഷതവും ഗുരുത്വവുമില്ലാത്ത അങ്ങേയറ്റം കുരുത്തം കെട്ട കുട്ടിയായി വളരും. ആ കുട്ടിയുടെ ഭാവി ജീവിതം മുഴുവനും തകർത്തതിന് കുടുംബക്കാരായ നമ്മൾ ഉത്തരവാദിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ യതീമുകളെ പോറ്റുന്ന ഉമ്മമാരും യതീമുകളെ പോറ്റുന്ന പുരുഷന്മാരും ഞാൻ ഈ പറഞ്ഞത് നന്നായി ഓർമ്മയിൽ വെക്കണം. ഒന്നുകൂടി പറയട്ടെ, യതീം കുട്ടികളെ മുന്നിൽ നിന്ന് ഇവന്റെ ബാപ്പ മരിച്ചു വയ്ക്കുന്ന ഉസ്താദെ, ഇത് യതീം കുട്ടിയാ ഉസ്താദെ എന്നിങ്ങനെ പറയുന്ന ചിലരുണ്ട്. അങ്ങനെ പറയരുത്. അപ്പോൾ ആ ചെറിയ കുട്ടിയുടെ മനസ്സിൽ ഒരു ചെറിയ വല്ലായ്മ വരും, ടെൻഷൻ വരും, എനിക്കെന്തോ ഒരു തകരാറുണ്ടല്ലോ എന്ന ചിന്ത വരും. അതുകൊണ്ട് ആ കുട്ടിയുടെ മുന്നിൽ വെച്ച് ഇത് യതീം കുട്ടിയാണ്, യതീം കുട്ടിയാണ്, ബാപ്പ മരിച്ചുപോയ കുട്ടിയാണ്, ഉമ്മ മരിച്ചുപോയ കുട്ടിയാണ് എന്നിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞ് ആ കുട്ടിയുടെ മനക്കരുത്ത് നശിപ്പിക്കാൻ പാടില്ല. മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ കളിക്കാനും ചിരിക്കാനും സംസാരിക്കാനും പ്രവർത്തിക്കാനും പഠിക്കാനുമൊക്കെ ആ കുട്ടിക്കും ഒരേപോലെ ചാൻസ് ഉണ്ടാക്കണം. യതീമായ കുട്ടിയാണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ അവന്റെ മനസ്സിന് ടെൻഷൻ ഉണ്ടാവുകയും അവന്റെ വളർച്ചക്കതി വിഘാതം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യാൻ കാരണമുണ്ട്. എന്നാൽ അവനൊരു സഹായം കിട്ടാനോ അല്ലെങ്കിൽ ആ പെൺകുട്ടിക്കൊരു സഹായം കിട്ടാനോ നമ്മൾ പറയുകയാണെങ്കിൽ തന്നെ അവര് കാണാതെ, അവര് കേൾക്കാതെ, അവരറിയാതെ അക്കാര്യം ഉണർത്തുന്നതാണ് നല്ലതെന്ന് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ്. ഇരിക്കട്ടെ, യതീമായ കുട്ടികളെ വിവാഹം കഴിക്കുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഞാൻ പറഞ്ഞത്, കുടുംബത്തിന്റെ അമിതമായ വാത്സല്യം കാരണത്താൽ നിസ്കരിക്കാതെ, തലമറക്കാതെ, മാറുമറക്കാതെ, ദീനില്ലാതെ കുരുത്തം കെട്ട ജീവിതത്തിൽ വന്ന പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ചാൽ നീ കുടുങ്ങിപ്പോകും. ഒന്ന്, യതീമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. യതീമാണ്, പക്ഷേ യതീമിന്റെ 10 ഇരട്ടി കിബറാണെങ്കിലോ, അതേ ബാപ്പുള്ള പെൺകുട്ടിയുടെ 10 ഇരട്ടി കിബറാണെങ്കിലോ നീ കുടുങ്ങിപ്പോകും. ഒന്ന്. രണ്ടാമത്തത്, നിന്റെ ജീവിതത്തിന്റെ രംഗത്തോട് യോജിച്ച രൂപത്തിൽ പെരുമാറാൻ ആ കുടുംബത്തിന് കഴിഞ്ഞില്ലെങ്കിലും, അതുപോലെ നിന്റെ ബാപ്പ, നിന്റെ ഉമ്മ, നിന്റെ കുടുംബങ്ങൾ അവരതിഷ്ടപ്പെടുന്നില്ലെങ്കിലും നിന്റെ ജീവിതത്തിന് പ്രയാസം നേരിടും. അതുകൊണ്ട് തന്നെ നീ നേർച്ചയാക്കുന്ന സമയത്ത് ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ അതാ ഒറ്റയടിക്കങ്ങ് നേർച്ച ചെയ്തേക്കരുത്. നേർച്ച ചെയ്താൽ നീ അത് വീട്ടുക തന്നെയാണ് വേണ്ടത്. പക്ഷേ നേർച്ച ചെയ്യും, ഇത്തരം കാര്യം നേർച്ച ചെയ്യുമ്പോൾ ഒരൽപ്പം ആലോചിക്കണം കേട്ടോ.
ഇതൊരു വസിയ്യത്തായ ഒരു ഉപദേശമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് സമൂഹത്തോട്. എന്നാൽ പാവപ്പെട്ടൊരു പെൺകുട്ടിയെ അല്ലെങ്കിൽ യതീമായ ഒരു പെൺകുട്ടിയെ ഒരാൾ അവന്റെ വകയിലെ പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കുകയെന്ന നിലയ്ക്ക് വിവാഹം കഴിച്ചാൽ അത് പുണ്യമാണ്, പടച്ച റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്നതാണ്. അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ അതിന് തുനിഞ്ഞാൽ ഉമ്മമാരെ, ബാപ്പമാരെ, കുടുംബങ്ങളെ, ആ ചെറുപ്പക്കാരനെ അനുകൂലിക്കുകയല്ലാതെ ആ പാവപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വകയിൽ ഈ ചെറുപ്പക്കാരന്റെ മനസ്സിനെ കുത്തിവേദനിപ്പിക്കുന്ന വാക്കുകൾ പറയരുതേ ഉമ്മമാരെ. ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ മുന്നിൽ നിന്ന് നിന്റെ ജ്യേഷ്ഠന്റെ ഭാര്യന്റെ കഴുത്തിൽ പൊന്നെത്രയുണ്ട്, നിന്റെ അനുജന്റെ ഭാര്യന്റെ കഴുത്തിൽ പൊന്നെത്രയുണ്ട്, നിന്റെ കഴുത്തിൽ അത്ര ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും നിസ്സാരപ്പെടുത്തുകയും ചെയ്യുന്ന ഉമ്മമാരുണ്ടെങ്കിൽ നിങ്ങൾ പടച്ച റബ്ബിന്റെ കോടതിയിലെത്തുന്നൊരു സമയമുണ്ട് ഉമ്മമാരെ. അതുപോലെ പാവപ്പെട്ടൊരു പെൺകുട്ടി വിവാഹം കഴിച്ചതിന്റെ പേരിൽ സ്വന്തം മക്കളെയോ കുടുംബത്തിൽപ്പെട്ടതോ ആയ ചെറുപ്പക്കാരെയോ പെൺകുട്ടികളെയോ മനസ്സ് വേദനിപ്പിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ട ഒരു സന്ദർഭമുണ്ടെന്ന ബോധം വേണം കേട്ടോ. യൗമലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. എത്ര തന്നെ പണക്കാരനായി നീ ചെന്നാലും, എത്ര തന്നെ ആൺമക്കളോടുകൂടെ നീ ചെന്നാലും അല്ലാഹ് പറഞ്ഞില്ലേ, പടച്ച റബ്ബിന്റെ അടുക്കൽ ധനമോ മക്കളോ ഉപകാരമില്ലാത്തൊരു ദിവസം ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി അല്ലാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ സന്താനം കൊണ്ട് ഉപകാരമില്ല, സമ്പത്ത് കൊണ്ട് ഉപകാരമില്ല. മനസ്സ് വളരെ ക്ലിയറായിരിക്കണം, പാവപ്പെട്ടവരെ സ്നേഹിക്കുന്ന മനസ്സായിരിക്കണം, പാവപ്പെട്ടവരോട് അലിവ് തോന്നുന്ന മനസ്സായിരിക്കണം. ഔസാദി ബിസബിൻ, 7 കാര്യം എന്റെ ഖലീലായ നബി തങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്തു. അതിലൊന്നാമത്തെ കാര്യം ബിഹുബ്ബിൽ മസാകീൻ, പാവപ്പെട്ടവരെ സ്നേഹിക്കണമെന്നാണ്. വദ്ദുനൂഇ മിൻഹും, അവരുമായി അടുക്കണമെന്നാണ്. അങ്ങനെ പാവപ്പെട്ടവരെ അകറ്റണമെന്നല്ല, പാവപ്പെട്ടവരുമായി അടുക്കണമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം. അതുകൊണ്ട് പാവപ്പെട്ട മനുഷ്യന്റെ, അതാണാകട്ടെ പെണ്ണാകട്ടെ, അവരെ മനസ്സിന് മനക്ലേശമുണ്ടാകുന്ന ഒരു വാക്കും നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞു പോകരുത്, ഒരു പെരുമാറ്റവും നമ്മളിൽ നിന്ന് വന്നു പോകരുത്. യജമാനനായ റബ്ബിന്റെ കാരുണ്യം ലഭിച്ച്, നരകത്തിൽ നിന്ന് മോചനം ലഭിച്ച്, ഖബറിലെ ശിക്ഷയിൽ നിന്ന് മോചനം ലഭിച്ച്, മഹ്ശറിലെ എല്ലാ പരിഭ്രമങ്ങളിൽ നിന്നതാ രക്ഷ ലഭിച്ച് സ്വർഗത്തിലെത്തണോ, സാധുക്കളെ സ്നേഹിച്ചേ പറ്റൂ, അവരുമായി അടുത്തേ പറ്റൂ. ഇതെപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർമ്മ വേണം. ഇതുപോലെ വികലാംഗരായ ജനങ്ങൾ, കണ്ണിന് കാഴ്ചയില്ലാത്ത ജനങ്ങൾ, ശരീരത്തിന് രോഗമുള്ള ജനങ്ങൾ, അവരോടും അങ്ങേയറ്റ അലിവും സഹതാപവും നമുക്ക് വേണം. ഒരു ഭാര്യയുടെ കൂടെ കൂട്ടുജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവൾക്കൊരു ചെറിയ രോഗം വരുമ്പോഴേക്ക് കൂട്ടിക്കോ നിങ്ങളങ്ങ് പുരക്കേക്ക് എന്ന് പറയല്ലേ ചെറുപ്പക്കാരാ. ചോദിക്കട്ടെ, അവൾക്കിന്ന് വന്ന രോഗം നാളെ നിനക്കാണ് വരുന്നതെങ്കിലോ, നിന്റെ ഭാര്യയെയും കൂട്ടിയിട്ട് ഭാര്യ വീട്ടുകാര് നിന്നെയും കൈയൊഴിച്ച് നിനക്കൊരൽപ്പം വെള്ളം തരാൻ ആളില്ലാതെ കൂട്ടിപ്പോയാൽ നിന്റെ മനസ്സ് വേദനിക്കൂലേ ചെറുപ്പക്കാരാ? അതുപോലൊരു ചെറിയ രോഗത്തിന്റെ ലക്ഷണമോ രോഗമോ കാണുമ്പോ ഭാര്യയെ വലിച്ചെറിയുന്ന മനസ്സിന് നിനക്ക് വന്നാൽ ചോദിക്കട്ടെ, അതേ രോഗം നിനക്ക് വന്നുകൂടെ? നിന്റെ പെങ്ങൾക്ക് വന്നുകൂടെ? നിന്റെ ഉമ്മാക്ക് വന്നുകൂടെ? നിന്റെ കുടുംബത്തിന് വന്നുകൂടെ? അതിനെ സംബന്ധിച്ച് ചിന്തിക്കാതെ അല്ലാഹു തആല നിനക്ക് ആരോഗ്യം തന്നപ്പോ ആരോഗ്യം നശിച്ച പെണ്ണിനോട് സഹതാപമില്ലാത്ത കടുത്ത മനസ്ഥിതി നിനക്ക് പാടില്ല. അതുപോലെ തന്നെ ഒരല്പം ആരോഗ്യം ഭർത്താവിന് തകർന്നു പോകുമ്പോ, ഓ സഹോദരി, നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അവന് ജോലിയെടുക്കാനോ നിന്നെ തൃപ്തിപ്പെടുത്താനോ കഴിയാത്ത
സാഹചര്യം വരുമ്പോ ഭർത്താവിനെ കൈയൊഴിക്കുന്ന ചിന്തയിലേക്ക് പോകുന്നതിന് പകരം ആ ഭർത്താവിനെ ശുശ്രൂഷിച്ചിട്ട് അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങി സ്വർഗത്തിൽ കാലകാലം ഭർത്താവും ഭാര്യയുമായി ജീവിക്കാനുള്ള വേദി തേടണം കേട്ടോ.